Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഐതിഹ്യ പെരുമയിൽ പയ്യന്നൂർ പെരുമാൾക്ക് കളഭചാർത്ത്. ഭഗവാനെ തൊഴാനും പ്രസാദം സ്വീകരിക്കാനും ആയിരങ്ങൾ എത്തിച്ചേർന്നു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് കളഭസദ്യ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കളഭ ഉത്സവം തീരുമാനിക്കുമ്പോൾ തന്നെ പെരുമാളുടെ 6 അടി ഉയരമുള്ള വിഗ്രഹത്തിൽ ചാർത്തേണ്ട 24 പാലിക കളഭത്തിൽ ചേർക്കേണ്ട അമൂല്യ ചേരുവകൾക്കൊപ്പം അഗ്രശാലയിൽ ഒരുക്കി ഭക്തർക്ക് നൽകേണ്ട കളഭസദ്യയുടെ വിഭവങ്ങളും അതിൻ്റെ രസക്കൂട്ടുകളും നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമാളുടെ പ്രതിനിധിയായി മേൽശാന്തിയെ മുന്നിലിരുത്തി ചങ്ങലവട്ടയിലെ ദീപം സാക്ഷിയാക്കി നാട്ടുമന്നനായ കുഞ്ഞിമംഗലത്ത് മനയിലെ കാരണവരുടെ സാന്നിധ്യത്തിൽ ഗ്രാമപിള്ള സദ്യവട്ടത്തിനുള്ള കറികളുടെ വിഭവങ്ങൾ എല്ലാം അരിഞ്ഞ് കൂട്ടുചേർത്ത് ബോധ്യപ്പെടുത്തുന്നത്. മാമ്പഴ പുളിശ്ശേരിയും കായയും ചേനയും തേങ്ങയും ചേർത്ത് വറുത്തെലിശ്ശേരിയും ഓലനും കുമ്പളങ്ങ പച്ചടിയും മത്തൻ പച്ചടിയും പുളിയിഞ്ചിയും അച്ചാറും വറവും വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും ചേമ്പ് ഉപ്പേരിയും ചേന ഉപ്പേരിയും മോരും പഴവും പരിപ്പ് പ്രഥമനും ഉൾപ്പെട്ടതാണ് കളഭസദ്യ. തന്ത്രി പെരുമാളെ കളഭം ചാർത്തി ഉച്ചപൂജ നടത്തി ശീവേലി നടത്തി. തുടർന്ന് നാലമ്പലത്തിനകത്ത് മേൽശാന്തിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇലവച്ച് സദ്യ വിളമ്പി. ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും സദ്യ വിളമ്പും. ആയിരക്കണക്കിന് ഭക്തരാണ് കളഭസദ്യ കഴിക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. പാചക വിദഗ്ധൻ നീലേശ്വരം പള്ളിക്കര പുതിയിലത്ത് സത്യേശ്വരൻ എമ്പ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് കളഭസദ്യ ഒരുക്കിയത്. സഹായികളായി ശ്രീകുമാർ വാര്യർ, ശ്രീനിവാസൻ, പുതുമന ശങ്കരനാരായണൻ, മുരളീകൃഷ്ണൻ വാര്യർ, രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, എം കൃഷ്ണപൊതുവാൾ, നീലമന കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോത്തായിമുക്കിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പഴക്കം ചെന്ന തണൽമരം വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഇടിയിലും കാലപ്പഴക്കത്തിലും തകർന്ന മരം മുറിച്ചുമാറ്റാൻ വൈകുന്നത് വൻ ദുരന്തത്തിന് വഴിയൊരുക്കുകയാണ്. കടുത്ത വേനലിൽ കുടനിവർത്തി മനുഷ്യർക്ക് തണൽ നൽകുന്നവയാണ് മരങ്ങൾ. എന്നാൽ മനുഷ്യരെ അപകടമുനമ്പിൽ നിർത്തുന്ന ഇത്തരം മരങ്ങൾ മുറിച്ചു മാറ്റിയേ മതിയാകും. ദേശീയപാതയിൽ കോത്തായിമുക്ക് കവലയ്ക്ക് തെക്ക് ഭാഗത്തായി ദശാബ്ദങ്ങളുടെ പഴക്കമുള്ള തണൽ മരമുണ്ട്. റോഡിനോട് ചേർന്നാണ് നിൽപ്പ്. കൊമ്പുകൾ പടർന്ന് റോഡിന് മുകളിലും. കണ്ടെയ്നർ ലോറി കൊമ്പിലും കമ്പിലും ഇടിക്കുന്നത് ഇവിടെ പതിവാണ്. മരത്തിൽ വാഹനം നേരിട്ടിടിക്കുന്നത് നിത്യസംഭവം. നിരന്തര ഇടിയും ഉരസലും കാലപ്പഴക്കവും കാരണം വൃക്ഷം ഊർദ്ധശ്വാസം വലിക്കുകയാണ്. കൊമ്പുകൾ റോഡിലേക്ക് ഏത് നിമിഷവും പൊട്ടി വീഴാം. ചിലപ്പോൾ മരം അപ്പാടെ നിലംപതിച്ചേക്കാം. ഇത്രയും വലിയ അപായാവസ്ഥ പക്ഷേ അധികാരികൾ കാണുന്നതേയില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇവിടെ ഈ മരം ആദ്യ സമയത്ത് ഈ ബിൽഡിങ് കണക്കായിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ കൗൺസിലർ രാധാകൃഷ്ണൻ പറഞ്ഞു യാതൊരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം നമ്മൾ പിന്നെ ഈ ഹൈവേ ഓഫീസുണ്ട്, അവിടെ പോയി. അതിനുശേഷം മുനിസിപ്പാലിറ്റി പോയി. എന്നിട്ട് മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ കലക്ടർക്ക് അയച്ചിട്ടുണ്ട്. എന്നിട്ട് കലക്ടർ വന്നിട്ട് നമ്മൾ കലക്ടർ ഓഫീസിൽ അന്വേഷിച്ച് പറഞ്ഞു നമ്മൾ മുനിസിപ്പാലിറ്റി അയച്ചു. എന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ അവർ ബോർഡ് മീറ്റിംഗ് ഇത് വെച്ചു ഈ കണ്ടോത്ത ഇതിൻ്റെ പ്രശ്നം. എന്നിട്ട് ആ പ്രശ്നത്തിനും പിന്നെ അവർ പറഞ്ഞ് എന്നിട്ട് അവർ വന്ന് നോക്കി, സെക്രട്ടറി ആരും വന്ന് നോക്കിയിട്ട് പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രശ്നം, അങ്ങനത്തെ പെട്ടെന്ന് അപകടം പറ്റുന്ന യാതൊന്നും കണ്ടില്ല പറഞ്ഞു. അത് പറഞ്ഞു. 2 ദിവസം മുമ്പേ ഞാനിതിൽ രാവിലെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ലോറിയിൽ പറഞ്ഞാൽ എന്താ സാധനം എന്നറിയില്ല, നോർത്ത് ഇന്ത്യൻ്റെ വരുന്ന ലോറിയാണ്. ആ ലോറി ഇടിച്ചിട്ടുണ്ട്. ലോറി ഇടിച്ചിട്ട് ഡ്രൈവർക്കാണ് പരിക്കിയിട്ട് ഡ്രൈവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതെല്ലാം കെട്ടി റെഡിയാക്കി. ഇത് ഒരു 12 മണിയാകുമ്പോൾ അവർ വണ്ടി കൊണ്ട്. അത് പറഞ്ഞാൽ
ഇപ്പോൾ ശരിക്ക് ഈ മരമാറ്റം പൊട്ടി വീണാൽ അന്ന് പൊട്ടി വീണിട്ട് പരിസരം ഒക്കെ ഒരുപക്ഷെ ബസ് പോകുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ ഒറ്റക്ക് പോകുന്നുണ്ട്, അങ്ങനെയല്ല ആരെങ്കിലും മേലെ വീണാൽ ഇപ്പം ചെറിയ ദുരന്തമായിരിക്കില്ല, ചില സമയത്ത് 10 or 20 ആൾ മരിക്കുക. അതെല്ലാം ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നാട്ടിന് മോശമാണ്, എല്ലാവർക്കും മോശമാണ്. എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ ഉത്തരവിറക്കുന്നവർ ഒരൽപ്പം കരുണ കാണിക്കണം. പൊട്ടി വീഴുന്നത് രാത്രികാലത്താവാം, ചീറിപ്പായുന്ന വാഹനത്തിന് മുകളിലാവാം, നടന്നു പോകുന്നവരുടെ തലയ്ക്ക് മേലെയാകാം. ഇങ്ങനെ സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാനേ പ്രദേശവാസികൾക്ക് കഴിയുന്നുള്ളൂ. ദേശീയപാതാ വിഭാഗം, നഗരസഭ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഒരു ദുരന്തം നടന്നിട്ട് പരിതപിച്ചിട്ട് കാര്യമില്ല. ദേശീയപാതാ വിഭാഗവും അതുപോലെ മുനിസിപ്പാലിറ്റിയും ഇതിലിടപെട്ട് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തമാകും നമ്മളെ കാത്തിരിക്കുക. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ആസാം സ്വദേശിയെ വാടകമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം പഴയങ്ങാടി BV റോഡിലെ വാടകമുറിയിൽ ആസാമിലെ ബർപേട്ട ജഹുർപം സ്വദേശി മൊജാമൽ ഹഖിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആസാം സ്വദേശിയെ വാടകമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പഴയങ്ങാടി BV റോഡിലെ വാടകമുറിയിൽ ആസാമിലെ ബർപേട്ട ജഹൂർപം സ്വദേശി മൊജാമൽ ഹഖിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. പഴയങ്ങാടി പാലത്തിന് സമീപത്തെ മോട്ടോർ സൈക്കിൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന മെക്കാനിക്കായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ കാരണം അവധിയിലായിരുന്നു. മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നയാൾ ജോലി ചെയ്ത് തിരികെ എത്തിയപ്പോഴാണ് മൊജാമൽ ഹഖ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന് മൊഴി നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഏപ്രിൽ 29 ലോക നൃത്ത ദിനം. ആഗ്രഹത്തിനനുസരിച്ച് അധ്യാപകനായിട്ടും നൃത്തത്തെ ജീവനായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് കരിവെള്ളൂരിലെ M. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ. ഗ്രന്ഥകാരനും നിരൂപകനും മികച്ച വാഗ്മി എന്നിങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നീളുന്നു. ആഗ്രഹത്തിനനുസരിച്ച് അധ്യാപകനായിട്ടും നൃത്തത്തെ ജീവനായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് കരിവെള്ളൂരിലെ M. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ. 1994 ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായി ജീവിതം ആരംഭിച്ചു. അധ്യാപനത്തോടൊപ്പം എഴുത്തും വായനയും തന്നെയായിരുന്നു എന്നും മുഖ്യം. ഒപ്പം നൃത്തത്തെ എന്നും ഇദ്ദേഹം ഒരഭിനിവേശമായി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ നൃത്തത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മലയാളം അധ്യാപകനായതുകൊണ്ട് തന്നെ കവിതകളുടെ നൃത്താവിഷ്കരണത്തിലാണ് ഇദ്ദേഹത്തിന് ഇഷ്ടക്കൂടുതൽ. അപ്പോൾ കണ്ണുകളിൽ ഭാവത്തിൻ്റെ കടൽ കാണാം. ആപാദചൂടം ശരീരത്തിൻ്റെ ചലനമാണ് നൃത്തം. അതിന് ഭാഷയുടെ അതിർവരമ്പുകളില്ല. 4 മാസം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ബുദ്ധിമുട്ടുണ്ടായിട്ടും യാത്രയയപ്പ് വേളയിൽ സെമി ക്ലാസിക്കൽ നൃത്തം ചെയ്തത് മാസ്റ്ററുടെ നൃത്തത്തോടുള്ള പ്രിയത്തെ വെളിപ്പെടുത്തുന്നു. മികച്ച ഒരു ഗ്രന്ഥകാരൻ കൂടിയാണ് മാസ്റ്റർ. മറ്റൊന്നുമില്ല ജീവിതമല്ലാതെ എന്ന പുസ്തകം ഒരു ഭാഷാധ്യാപകൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും വ്യഥകളും ഉത്കണ്ഠകളും നമ്മോട് പങ്കുവയ്ക്കുന്നു. എഴുത്ത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. 2012 സംസ്ഥാന തലത്തിൽ നിരൂപണത്തിനുള്ള K. തായാട്ട് അവാർഡിന് അർഹനായിട്ടുണ്ട്. ലേഖനങ്ങൾ, കവിതകൾ ഒക്കെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു പാഷനാണ് നൃത്തം എന്ന് പറയുന്നത്. നൃത്തം ആധികാരികമായിട്ടൊരു ഗുരുമുഖത്തു നിന്ന് പഠിച്ചിട്ടില്ല എങ്കിലും അതെൻ്റെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്നു, പ്രത്യേകിച്ച് ഭാവാത്മക കവിതകൾ കേൾക്കുമ്പോൾ. ഈ കൃതികൾക്ക് നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ട്. K. തായാട്ട് അവാർഡ് മാസ്റ്ററെ തേടിയെത്തിയത് അതിൽ ഏറെ കഴമ്പുള്ളത് കൊണ്ടാണ്. കവി, ലേഖകൻ, വാഗ്മി എന്നിങ്ങനെ മാസ്റ്ററുടെ വിശേഷണങ്ങൾ നീളുകയാണ്. ന്യൂസ് ബ്യൂറോ, കരി. പരിയാരം മുടിക്കാനം നിവാസിയായ രാജീവ് ഗോപാലനും ഭാര്യ രജിതയും നിലവിൽ രോഗികളായി ചികിത്സയിലാണ്. രണ്ടുപേരുടെയും ചികിത്സാ ചിലവിനായി 5 ലക്ഷത്തോളം രൂപ ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുന്നു. കൂടാതെ മുൻ ചികിത്സകൾക്കായി കടമെടുത്തതുൾപ്പെടെ സാമ്പത്തിക ബാധ്യതയിലുമാണ് ഇവരുള്ളത്. സഹായിക്കാൻ മറ്റാരുമില്ലാതെ ഏറെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഇവർ സുമനസ്സുകളായ വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം തേടുകയാണ്. പരിയാരം മുടിക്കാനം നിവാസിയായ രാജീവ് ഗോപാലനും രാജീവിന്റെ ഭാര്യ രജിതയും നിലവിൽ രോഗികളായി ചികിത്സയിലാണ്. മരം മുറിക്കാരനായിരുന്ന രാജീവ് 15 വർഷം മുൻപ് മരം മുറിക്കുന്നതിനിടയിൽ
മരത്തിൽ നിന്ന് വീണ് കഴുത്തിന് താഴെ പൂർണ്ണമായും തളർന്നു പോകുകയും നിരവധി ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തിന് ചലനശേഷി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് മുച്ചക്ര വാഹനത്തിന്റെ സഹായത്തോടെ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുകയും അതോടൊപ്പം ഭാര്യ രജിത മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലി ചെയ്യുകയും ചെയ്ത് ജീവിതം മുന്നോട്ടു പോയി. വിധിയുടെ വിളയാട്ടം എന്നു പറയുന്ന രീതിയിൽ തുടർച്ചയായി ഇരുന്നു ജോലി ചെയ്തത് മൂലം 2 കാലിന്റെയും തുടയുടെ പിൻഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാകുകയും പല സർജറികൾ ചെയ്തിട്ടും മുറിവുണങ്ങാതെ വന്നതിനാൽ കൊറോണ കാലത്തിന് മുൻപ് പലരുടെയും സാമ്പത്തിക സഹായത്തോടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രോഗത്തിന് താൽക്കാലിക ശമനം ലഭിച്ചെങ്കിലും പിന്നീട് വീണ്ടും പഴയതുപോലെ 2 ഭാഗത്തും മുറിവുകൾ ഉണ്ടാകുകയും കാലിന്റെ അസ്ഥിക്ക് പഴുപ്പ് ബാധിക്കുകയും പഴുപ്പ് ബാധിച്ച ഭാഗം മുറിച്ചു കളയുകയും അതോടൊപ്പം പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയും ചെയ്തു. വീണ്ടും ഒരു സർജറി കൂടി ചെയ്യേണ്ടതുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതിനിടെ ഭാര്യ രജിതയ്ക്ക് കിഡ്നിയിൽ പഴുപ്പ് ബാധിക്കുകയും ചികിത്സകൾ ആരംഭിക്കുകയും ചെയ്തു. കൂടുതൽ സമയം ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് മുറിവായി, കാലിൻ്റെ പിൻഭാഗത്ത് മുറിവായിട്ട് ആദ്യം ഒരു സർജറി ചെയ്തു. കുറേ ചികിത്സ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ആസ്റ്റർ മിംസിൽ നിന്നൊരു സർജറി ചെയ്തു. അതിൽ ഉണങ്ങി 2 കൊല്ലത്തേക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ അതേ മുറിവായി വീണ്ടും 2 വർഷത്തോളം അതുകൊണ്ട് നടന്നു. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫലിക്കാതെയായി. അങ്ങനെയാണ് ഇപ്പോൾ മംഗലാപുരം ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയത്. ഒരു സർജറി കഴിഞ്ഞു. അസ്ഥി കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 2 മുറിവുണ്ടായിരുന്നു. അതിൽ ചെറിയ മുറിവ് സ്റ്റിച്ചിട്ടതായിരുന്നു. അത് ഈ ഒരു ഇത് കഴിഞ്ഞ് വന്ന ഒരു ചെറിയ അസുഖത്തിനിടെ, പനിയും ഒക്കെ ആയിട്ട് വന്ന അസുഖത്തിനിടെ അതിൻ്റെ ഉണങ്ങിയ ഭാഗം തന്നെ സ്റ്റിച്ച് വിട്ടുപോയി. പിന്നീട് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുറിവാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്. അതിനിടയിൽ വൈഫിന് കിഡ്നിക്ക് ബ്ലോക്ക് വന്ന് 2 കൊല്ലം മുമ്പ് ഒരു ട്രിപ്പ് കഴിഞ്ഞു. 3 മാസം സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് വീണ്ടും അതുപോലെ തന്നെ വന്ന് കിഡ്നിക്ക് സ്റ്റെൻറ്റ് ഇട്ടിട്ട് നടക്കുകയാണ്. അപ്പോൾ 2 കൂടെ ചികിത്സയാണ് നടക്കേണ്ടത്. ഇപ്പോൾ 2 ആളുടെയും കൂടി ട്രീറ്റ്മെന്റിനായി 5 ലക്ഷത്തോളം തുക ചികിത്സയ്ക്ക് ആവശ്യമാണ്. കൂടാതെ മുൻ ചികിത്സകൾക്കായി കടമെടുത്തതും കൂട്ടി 8 ലക്ഷത്തോളം തുക ഉണ്ടാക്കേണ്ടതുണ്ട്. ചികിത്സാ ധനസമാഹരണാർത്ഥം സമീപവാസികൾ ചേർന്ന് രാജീവൻ ആൻഡ് രജിത ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ സഹായ സമിതി രൂപീകരിച്ച് ഫണ്ട് സമാഹരണം ആരംഭിച്ചു. സുമനസ്സുകളായ വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുന്നു. 2510106742 എന്നതാണ് അക്കൗണ്ട് നമ്പർ. CNRB 0002506 IFSC കോഡ്. തളിപ്പറമ്പ ബ്രാഞ്ച്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. സാമൂഹ്യ വിരുദ്ധർ കത്തിച്ച ബൈക്കിനു പകരം വെള്ളൂരിലെ P പ്രസന്നന് 10 രൂപ ചാലഞ്ചിലൂടെ പുതിയ ബൈക്ക് നൽകി. ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടിയിൽ V കുഞ്ഞികൃഷ്ണൻ പ്രസന്നന് വണ്ടിയുടെ താക്കോൽ കൈമാറി. ജനുവരി 26 രാത്രിയിലാണ് പ്രസന്നന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തള്ളിക്കൊണ്ടുപോയി തീയിട്ട് നശിപ്പിച്ചത്. V കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയതിന്റെ പേരിൽ സാമൂഹ്യവിരുദ്ധർ കത്തിച്ച ബൈക്കിന് പകരം P പ്രസന്നന് പുതിയ ബൈക്ക് നൽകി. ഗാന്ധി പാർക്കിൽ വെച്ച് നടന്ന പരിപാടിയിൽ V കുഞ്ഞികൃഷ്ണൻ പ്രസന്നന് വണ്ടിയുടെ താക്കോൽ കൈമാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില അപജയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പതുയർത്തിക്കൊണ്ട് നീണ്ട 5 വർഷക്കാലം ഒരേ വിഷയം ഉന്നയിച്ച് പാർട്ടിക്കകത്ത് അതിശക്തമായ പോരാട്ടം സംഘടിപ്പിച്ച് ആ പോരാട്ടം കൊണ്ട് ഫലമുണ്ടായില്ല എന്ന് വന്നപ്പോഴാണ് ആ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ
നിർബന്ധിക്കപ്പെട്ടത്. ജനുവരി 26-ന് രാത്രിയിലാണ് പ്രസന്നന്റെ വെള്ളൂരിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തീയിട്ട് നശിപ്പിച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. 10 രൂപ ചലഞ്ചിലൂടെ ഗൂഗിൾ പേ വഴി ഫണ്ട് ശേഖരിച്ചാണ് പ്രസന്നന് ബൈക്ക് വാങ്ങി നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. റോഡരികിൽ കാട് വളർന്ന് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. പാണപ്പുഴ ചുടല റോഡിൽ അമ്മാനപ്പാറ ഭാഗത്താണ് കാട് വളർന്നത് അപകട ഭീഷണി ഉയർത്തുന്നത്. പാണപ്പുഴ ചുടല റോഡിൽ അമ്മാനപ്പാറ ഭാഗത്താണ് കാട് വളർന്ന് റോഡരികിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് സൈഡിലേക്ക് മാറി നിൽക്കാൻ കൂടി കഴിയാത്ത നിലയിലാണ് കാട് വളർന്നിരിക്കുന്നത്. ചില ഭാഗത്ത് ഒരാൾ പൊക്കത്തിലാണ് കാട് വളർന്നിരിക്കുന്നത്. കാട് വളർന്നു നിൽക്കുന്നതിനാൽ കാട്ടിലേക്ക് മാലിന്യങ്ങൾ വരെ വലിച്ചെറിയുന്നുമുണ്ട്. നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡ് കൂടിയാണിത്. കാട് വളർന്നത് അപകട ഭീഷണിയായി മാറുകയാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. വളവുള്ള സ്ഥലമായതിനാൽ കാടുകൾ വളർന്ന് വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കുന്നില്ല. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കാടുകൾ വെട്ടിത്തെളിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 1 വർഷം മുൻപ് പുഴയിലേക്ക് കടപുഴകി വീണ മരം മുഴുവനായി നീക്കം ചെയ്തില്ല. പാണപ്പുഴ ചിറക്കാൽ പാലത്തിന് സമീപത്താണ് വീണ മരം മുഴുവനായി നീക്കം ചെയ്യാതെ കിടക്കുന്നത്. പാണപ്പുഴ ചിറക്കാൽ പാലത്തിന് സമീപത്താണ് 1 വർഷം മുൻപ് വലിയ മരം കടപുഴകി പുഴയിലേക്ക് വീണത്. വർഷം 1 കഴിഞ്ഞിട്ടും മരം ഇതുവരെ മുഴുവനായി നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ച് അവ പുഴയിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. ഇവ ലേലം ചെയ്താൽ പഞ്ചായത്തിന് ഒരു വരുമാനം കൂടിയാകും. മഴക്കാലമായാൽ മരം നീക്കം ചെയ്യാതെ കിടക്കുന്നത് പുഴയുടെ ഒഴുക്കിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയാണ്. പുഴയുടെ ഒഴുക്കിന് തടസ്സമായി വന്ന് കരയിടിച്ചിലിന് വരെ സാധ്യതയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ കടപുഴകി വീണ മരം നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തീരദേശ കൈപ്പാട് കർഷകർക്കായി ഉത്തരമേഖല തീരദേശ നെൽകർഷക ശില്പശാല പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. ചമയം ഓഡിറ്റോറിയത്തിൽ കൈപ്പാട് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ കൈപ്പാട് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും തീരദേശ നെൽകൃഷി വ്യാപനത്തിനുള്ള നിർദ്ദേശങ്ങളും ശില്പശാലയിലൂടെ സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കൈപ്പാട് കർഷകരെ പങ്കെടുപ്പിച്ച് ശില്പശാല നടക്കുന്നത്. ശില്പശാലയിൽ രൂപപ്പെടുന്ന നിർദ്ദേശങ്ങൾ പുതുതായി വരുന്ന ഗവൺമെന്റിൽ സമർപ്പിക്കും. ചമയം ഓഡിറ്റോറിയത്തിൽ കൈപ്പാട് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കൈപ്പാട് ഏജൻസി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ കെ.എൻ. ജ്യോതികുമാരി മുഖ്യപ്രഭാഷണം നടത്തി. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പാർവതി ശശിധരൻ, അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി. രേണു, കല്യാശ്ശേരി അസിസ്റ്റന്റ് ഡയറക്ടർ സതീഷ് കുമാർ, എടക്കാട് അസിസ്റ്റന്റ് ഡയറക്ടർ നിഷ ജോസ്, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് കെ. മോഹനൻ, സെക്രട്ടറി എം. കെ. സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ വിഷയാവതരണം നടത്തി. തുടർന്ന് ഗവേഷണ കേന്ദ്രത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനവും നടന്നു. നെൽകൃഷി ഗവേഷണത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള 2 ദേശീയ പുരസ്കാരങ്ങളും 3 സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങളും നേടിയ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജയ്ക്ക് ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ കാർഷിക കൂട്ടായ്മകൾ ചേർന്ന് ആദരവ് നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാൽവില ലിറ്ററിന് 4 രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഗുണകരമാകുമോ എന്ന് ഉറ്റുനോക്കി കർഷകർ. കടുത്ത ചൂടും ഉയർന്ന ഉൽപാദന ചിലവുമെല്ലാം ക്ഷീരകർഷകരെ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മുൻപത്തേക്കാൾ പാലുൽപാദന ചിലവ് ഇപ്പോൾ കൂടുതലാണെന്നും 4 രൂപ വരെ വർദ്ധിപ്പിച്ച് മിൽമ ലാഭം കൂട്ടുമ്പോൾ തങ്ങൾക്ക് എന്ത് നിരക്കാണ് നൽകുക എന്നതും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. അവസാനമായി 2022 ഡിസംബറിലാണ് പാൽവില കൂട്ടിയത്. 44 രൂപ നിരക്കിലാണ് കർഷകരിൽ നിന്ന് പാൽ ശേഖരിക്കുന്നത്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 48 മുതൽ 50 രൂപ വരെ ചിലവാകുന്ന സാഹചര്യത്തിൽ നഷ്ടത്തിലൂടെയാണ് മുന്നേറുന്നത്. പുതിയ വില പ്രകാരം കർഷകർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ഏകദേശം 3 രൂപ മാത്രമാണെന്നാണ് കണക്കുകൂട്ടുന്നത്. ഈ വർധനയ്ക്ക് നഷ്ടം നികത്താൻ മതിയാകില്ലെന്ന വിലയിരുത്തലിലാണ് കർഷകർ. എന്നാൽ വിലവർധന നേരിട്ട് ഉപഭോക്താക്കളെ ബാധിക്കാതിരിക്കാൻ ചാർട്ട് പരിഷ്കരണമാണ് വേണ്ടതെന്നാണ് കർഷകരും സംഘടനകളും ആവശ്യപ്പെടുന്നത്. ചാർട്ട് പരിഷ്കരിച്ച് കുറഞ്ഞത് 4 രൂപയെങ്കിലും മിൽമ നൽകണമെന്നാണ് ആവശ്യം. പാലുൽപാദന ചിലവ് കൂടുതലാണെങ്കിലും മേഖലയോടും പശുക്കളോടുമുള്ള താൽപ്പര്യം കൊണ്ടാണ് മിക്കവരും തുടരുന്നത്. നിലവിൽ കൊഴുപ്പ് അടിസ്ഥാനമാക്കിയുള്ള വിലനിർണ്ണയ രീതിയും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്.
വ്യാപകമായി ഹൈബ്രിഡ് പശുക്കളിൽ പാലളവ് കൂടുതലായാലും കൊഴുപ്പിന്റെ അളവ് കുറവായതിനാൽ പൂർണ്ണവില ഇവർക്ക് ലഭിക്കുന്നില്ല. ഏകദേശം 44 രൂപയ്ക്ക് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് 54 രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. ശേഖരണ വിലയ്ക്കും വിപണി വിലയ്ക്കുമിടയിലെ ഈ വ്യത്യാസം കർഷകർക്ക് നേരിട്ട് ഗുണകരമാകുന്നില്ലെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. പാൽ വിപണനം ചെയ്യുന്നതിനു പുറമെ നെയ്യ്, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ വരുമാനം ഉണ്ടാകുന്നുവെങ്കിലും പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. ഉൽപാദന ചിലവ് 35% വരെ ഉയർന്ന സാഹചര്യത്തിൽ തീറ്റ, വൈദ്യുതി, കൂലി തുടങ്ങിയ ചിലവുകൾ നിയന്ത്രിക്കുന്നതിനും നടപടി വേണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മലബാറിലെ ചിത്രകാര കൂട്ടായ്മയായ പർപ്പിൾ കൗവിന്റെ 5ാമത് ചിത്ര പ്രദർശനം ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാറിലെ ചിത്രകാര കൂട്ടായ്മയായ പർപ്പിൾ കൗവിന്റെ 5ാമത് ചിത്ര പ്രദർശനം ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കും. റോട്ടറി പയ്യന്നൂർ എലൈറ്റിന്റെ സഹകരണത്തോടു കൂടിയാണ് 4 ദിവസമായി നടക്കുന്ന ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 30 ഉച്ചയ്ക്ക് 12 മണിക്ക് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള ഉദ്ഘാടനം ചെയ്യും. ലളിതകലാ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ ഉണ്ണിക്കാനായി മുഖ്യാതിഥിയായി പങ്കെടുക്കും. റോട്ടറി എലൈറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിജു പുതിയപുരയിൽ, സെക്രട്ടറി സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. പർപ്പിൾ കൗ ചിത്രകാരന്മാരുടെ 40 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയിരിക്കുന്നത്. പ്രദർശനത്തിന്റെ ഭാഗമായി ഏപ്രിൽ 30 രാവിലെ 10 മണിക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് കളറിംഗ് മത്സരം നടക്കും. മെയ് 2 രാവിലെ 10 മണിക്ക് മെഹന്തി ഡിസൈൻ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അരവിന്ദാക്ഷൻ സദ്ഗമയ, ബാലൻ കാഞ്ഞങ്ങാട് സൗത്ത്, അനൂപ് കേട്ടോൺ, ബിന്ദു MV, ബിന്ദു K, അഡ്വക്കേറ്റ് ഷിജു പുതിയപുരയിൽ, സുനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിന്റെയും ദേവീക്ഷേത്രത്തിന്റെയും പ്രതിഷ്ഠാകർമ്മം നടന്നു. കാളകാട്ടില്ലത്ത് തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത്. തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിന്റെയും ദേവീക്ഷേത്രത്തിന്റെയും പ്രതിഷ്ഠാകർമ്മം നടന്നു. കാളക്കാട്ടില്ലത്ത് തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് അയ്യപ്പ ക്ഷേത്രത്തിന്റെയും ദേവീക്ഷേത്രത്തിന്റെയും പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത്. ഏപ്രിൽ 29 ബുധനാഴ്ച രാവിലെ 7 മണിക്ക് ഗണപതി ഹോമം, പ്രസാദ പ്രതിഷ്ഠ, ബ്രഹ്മകലശ പൂജ, അധിവാസം വിടർത്തി പൂജ, ജീവബ്രഹ്മ കലശാഭിഷേകം, പൂജ, പ്രസാദ വിതരണം, പ്രധാനദേവന് 25 കലശ പൂജ, 25 കലശമാടി ഉച്ചപൂജ, പ്രസാദ വിതരണം, തുടർന്ന് ശീഭൂത ബലി എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന 5ാമത് കഥാപ്രസംഗ മഹോത്സവം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ മെയ് 1 മുതൽ 9 വരെ ദിവസവും വൈകുന്നേരം 6:30 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആനന്ദഭവനം സംഘടിപ്പിക്കുന്ന 5ാമത് കഥാപ്രസംഗ മഹോത്സവം പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ മെയ് 1 മുതൽ 9 വരെ ദിവസവും വൈകുന്നേരം 6:30 നടക്കും. ചടങ്ങിന്റെ പ്രാരംഭ സമ്മേളനത്തിൽ ചലച്ചിത്ര നടി ജലജ, TI മധുസൂദനൻ MLA, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, രമേശ് കാവിൽ എന്നിവർ പങ്കെടുക്കും. മെയ് 2 ബഹുമാന്യ തലത്തിൽ കൃത്യനിർവഹണം നടത്തുന്നതിന് ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതി ലഭിച്ച ക്രൈംബ്രാഞ്ച് KV വേണുഗോപാലിന് അനുമോദനം നൽകും. 1ാം ദിവസമായ മെയ് 1 വസന്തകുമാർ സാംബശിവൻ ഇസബെല്ല കഥ അവതരിപ്പിക്കും. 2ാം ദിവസം സീന പള്ളിക്കര, കഥ ചരിത്രത്തിലില്ലാത്തവർ. 3ാം ദിവസം V ഹർഷകുമാർ, കഥ ജാതി ചോദിക്കുന്നില്ല ഞാൻ. 4ാം ദിവസം കായംകുളം വിമല, ഒരു ദേശത്തിന്റെ കഥ. 5ാം ദിവസം ശ്രീകുമാർ പള്ളിയത്ത്, കഥ ശ്രീ മുത്തപ്പൻ. 6ാം ദിവസം കൊല്ലം കാർത്തിക്, കഥ യയാതി. 7ാം ദിവസം വിനോദ് ചമ്പക്കര, കഥ ദേവേന്ദ്രജാലം. 8ാം ദിവസം MR പയ്യട്ടം, കഥ ആൽക്കമിസ്റ്റ്. 9ാം ദിവസം പുളിമാത്ത് ശ്രീകുമാർ, കഥ യക്ഷി. ചടങ്ങിന്റെ സമാപന സമ്മേളനത്തിൽ DYSP K വിനോദ് കുമാർ, അഡ്വക്കേറ്റ് സരിൻ ശശി, ഡോക്ടർ PM സന്തോഷ്, സീക് പത്മനാഭൻ മാസ്റ്റർ, സജീവൻ ഇടയിലക്കാട് തുടങ്ങിയവർ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ കോവൽ കൃഷി വിളവെടുത്തു. ഇത് വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത പറഞ്ഞു.
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ കോവയ്ക്ക കൃഷിക്ക് 100 മേനി വിളവ്. കൂട്ടായ്മയുടെ കൃഷിയിടത്തിൽ 10 സെന്റ് സ്ഥലത്താണ് കോവയ്ക്ക കൃഷി ചെയ്തത്. ദിവസവും രാവിലെയും വൈകുന്നേരവും കൂട്ടായ്മ പ്രവർത്തകർ തന്നെയാണ് വെള്ളവും വളവും നൽകി കൃഷിയെ പരിപാലിക്കുന്നത്. വിളവെടുത്ത കോവയ്ക്ക വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത പറഞ്ഞു. ഏകദേശം ഒരു 5 കിൻഡലോളം കോവക്ക കൃഷി നമുക്ക് വിളവെടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. വിഷുവിനായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 കിലോ, ഇന്നൊരു 40 കിലോൻ്റെ അടുക്ക കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പേയും നമുക്കിതുപോലെ കൃഷിയിൽ കോവക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ്. നമ്മൾ വിഷുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർക്ക് ചികിത്സാ സഹായം നൽകാൻ വേണ്ടിയിട്ട് ഈ കോവക്ക കൃഷിയുടെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇന്നും കുറച്ച് സംഖ്യ കൂടിയുണ്ട്. നമ്മളിപ്പോൾ വണ്ടിയും അതുപോലെ തന്നെ പയറൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിനെക്കാട്ടിയും കൂടുതൽ വിജയം കിട്ടിയത് ഈ കോവ കൃഷിയിലാണ്. KV മനീഷ്, ബൈജേഷ് പാണപ്പുഴ, TV മാധവൻ, KP രവീന്ദ്രൻ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുറുക്കൂട്ടി ശ്രീ മാരണഗുളികൻ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. കുറുക്കൂട്ടി ശ്രീ മാരണഗുളികൻ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ചൂരൽ ടൗണിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. താലപ്പൊലിയേന്തിയ ബാലികമാർ, മുത്തുക്കുടയേന്തിയ വനിതകൾ തുടങ്ങിയവർ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. നിരവധി ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കുകൊണ്ടത്. ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു. കളിയാട്ടം ഏപ്രിൽ 30 വ്യാഴാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ 1-ാം വാർഡ് കണിയേരി കുടുംബശ്രീ ADSന്റെ പൊതുസഭയും സംരംഭ വികസന ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. ശ്യാമള ഉദ്ഘാടനം ചെയ്തു. കണിയേരി 1-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ പൊതുസഭയും സംരംഭക വികസന ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P. ശ്യാമള ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ O. സുമതി അധ്യക്ഷത വഹിച്ചു. വ്യവസായ ഓഫീസർ ഇൻചാർജ് അശ്വിൻ ക്ലാസ് എടുത്തു. പ്രസീത KV, പ്രിജിത്ത് M, ചിത്ര PV, വിജിന P എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.